ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് ഈസ് ഓൾസോ കോൾഡ് ജോബ് സ്റ്റഡി. അതായത് ഒരു ജോബിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു എംപ്ലോയർ ആണ് ജോബ് അനാലിസിസ് നടത്താറുള്ളത്. എന്തിനു വേണ്ടിയാണ്? ആ ജോബിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ജോബിലേക്ക് സെലക്ട് ചെയ്യേണ്ട എംപ്ലോയിക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, സ്കിൽ എന്തൊക്കെ ആയിരിക്കണം, അതുപോലെ തന്നെ അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ റിക്രൂട്ട്മെന്റിന്റെ ഒരു ബേസ് ആയിട്ടും ഈ ജോബ് അനാലിസിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജോബ് അനാലിസിസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷനിലേക്ക് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. It is a systematic, intensive and direct method of obtaining information about a job. എന്തൊക്കെയാണ് ജോബ് അനാലിസിസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു പെർഫോം എ ജോബ്. ഒരു ജോബിലേക്ക് എന്തൊക്കെ ജോലികളാണ് ഒരു എംപ്ലോയി ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു അനാലിസിസ് ആണ് ജോബ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഫർണിഷസ് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് ജോബ്. ജോബ് അനാലിസിസിലൂടെ ആ എംപ്ലോയിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. തേർഡ് പോയിന്റ്, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ടു പെർഫോം ദി ഗിവൻ വർക്ക്. ആ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലും ക്വാളിഫിക്കേഷനും ഡിസ്ക്രൈബ് ചെയ്യാൻ ജോബ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റാഫ് ടു എ കൺസേൺ. ഇപ്പൊ റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ബേസിസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ജോബ് അനാലിസിസ് ആണ്. ഇതാണ് ജോബ് അനാലിസിസ്. നെക്സ്റ്റ്, ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അനാലിസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ്. മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റ് ജോബ്സുകളുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ജോബിന് എന്ത് വർത്താണുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ജോബിന്റെ വാല്യൂ എന്താണ് എന്ന് കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് job in a concern are appreciated. It is the evaluation of the job. It involves formal and systematic comparison of jobs in order to determine the worth of one job relative to another one. Next, നമുക്ക് ഒരു 5 mark question ആണ്. Compensation or wage and salary administration. നമുക്കറിയാം ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ എന്താണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ വേജ് അല്ലെങ്കിൽ സാലറി അഡ്മിനിസ്ട്രേഷൻ? ഇറ്റ് ഈസ് എനി ഫോം ഓഫ് പേയ്മെന്റ് ഗിവൻ ടു എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ വർക്ക് ദേ പെർഫോം. ഇപ്പം നമ്മൾ ഡയറക്ട്ലി ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന പ്ലേസിൽ തന്നെ അയാൾക്ക് അയാളുടെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് കോമ്പൻസേഷൻ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പേയ്മെന്റ് മെയ്ഡ് അറ്റ് ഓർ നിയർ ദ പ്ലേസ് where work is performed is called direct compensation. സാധാരണ കൊടുക്കുന്ന വേജസും സാലറീസും ബോണസും ഒക്കെ എന്താണ്? ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ്. നമ്മൾ ഇതിനെ ബേസിക് പേ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ഡയറക്റ്റ് കോമ്പൻസേഷൻ കൂടാതെ ഇൻഡയറക്ട്ലി എംപ്ലോയീസിന് ചില കോമ്പൻസേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. ലൈക്ക് ലീവ് ട്രാവൽ കോമ്പൻസേഷൻ, പെയ്ഡ് ഹോളിഡേയ്സ്, ക്ലബ് മെമ്പർഷിപ്പ്, like that. അപ്പൊ ഇൻഡയറക്ട് കോമ്പൻസേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പൊ ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ ഇൻഡയറക്ട് കോമ്പൻസേഷനും വെരി എസെൻഷ്യൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കോമ്പൻസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് പോയിന്റ് വൈസ് നോക്കാം. First point, to establish a fair and equitable system of remuneration. എംപ്ലോയീസിന് അവർ ചെയ്യുന്ന വർക്കിന് ന്യായമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകുന്നതിന് ഈ കോമ്പൻസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എസെൻഷ്യൽ ആണ്. നെക്സ്റ്റ്, ടു അട്രാക്ട് കോമ്പീറ്റന്റ് പേഴ്സണൽ ടു ദ ഓർഗനൈസേഷൻ. എല്ലാവരും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് അവിടുത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേജ് കൊണ്ട് അല്ലെങ്കിൽ കോമ്പൻസേഷൻ വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ്. അപ്പം അത് കോമ്പൻസേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ടു റീറ്റെയിൻ പ്രസന്റ് എംപ്ലോയി വിത്ത് എ ഫെയർ ഇന്റേണൽ പേ സ്ട്രക്ചർ.
അപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഒരു ഓർഗനൈസേഷനിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും കോമ്പൻസേഷൻ എസെൻഷ്യൽ ആണ്. Then to improve productivity by motivating employee with additional incentives. അത് മാത്രമല്ല ഇവർ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡീഷണൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് കോമ്പൻസേഷന്റെ പാർട്ടാണ്. അപ്പൊ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും കോമ്പൻസേഷൻ എസെൻഷ്യൽ ആണ്. Then to control administrative and labor cost. ഇപ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നതിന്റെ ബേസിലാണ് എപ്പോഴും കോമ്പൻസേഷൻ കൊടുക്കാറുള്ളത്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് കോമ്പൻസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. Then to establish a policy for promotion of employees. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയുടെ ബേസിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് കോമ്പൻസേഷൻ ആണ്. Then to improve relations with ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എപ്പോഴും എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് കൂടെ നിൽക്കുന്ന ഒരു യൂണിയൻ ആണ്. അപ്പൊ അവരുമായിട്ട് ഒരു ബെറ്റർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കോമ്പൻസേഷൻ എസെൻഷ്യൽ ആണ്. Then to better the public image of the company. ഒരു കമ്പനിയുടെ ഇമേജ് സൊസൈറ്റിയിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിനും ബെറ്റർ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷൻ എസെൻഷ്യൽ ആണ്. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ. Then we can go through the principles of compensation. ഒരു എംപ്ലോയിക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആ കോമ്പൻസേഷൻ പോളിസി ഫിക്സ് ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിലാണ്. ഫസ്റ്റ്, കോമ്പൻസേഷൻ പോളിസി ഷുഡ് കീപ് ഇൻ വ്യൂ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയർ, എംപ്ലോയി, കൺസ്യൂമേഴ്സ് ആൻഡ് സൊസൈറ്റി. കോമ്പൻസേഷൻ പോളിസി ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും എംപ്ലോയിയുടെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണം, എംപ്ലോയറുടെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൺസ്യൂമേഴ്സ് ആൻഡ് സൊസൈറ്റി ഈസ് ഓൾസോ ടു ബി കൺസിഡേർഡ്. ഒരിക്കലും കൺസ്യൂമറിൽ അതിന്റെ ഫൈനൽ ബർഡൻ കൺസ്യൂമറിന്റെ മുകളിൽ വീഴത്തക്ക രീതിയിലായിരിക്കരുത് കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടത്. അപ്പം അവർക്കൊന്നും ഒരു എക്സ്ട്രാ ബർഡൻ ഉണ്ടാകാത്ത രീതിയിൽ ഫെയർ ആയിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ പോളിസി വേണം ഫിക്സ് ചെയ്യാൻ. നെക്സ്റ്റ്, ദ പോളിസി ഷുഡ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി ഇൻ റൈറ്റിംഗ് ടു എൻഷുർ യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അപ്പം എംപ്ലോയിക്ക് എപ്പോഴും ഒരേ ജോബ് ചെയ്യുന്ന ആളുകൾക്ക് ഒരേപോലത്തുള്ള റെമ്യൂണറേഷൻ, അതുപോലെ അത് കൺസിസ്റ്റന്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യാവുന്ന പോളിസി ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കോമ്പൻസേഷൻ പ്ലാൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു അക്കോമഡേറ്റ് പ്രൈസ് ലെവൽ ചേഞ്ചസ്, ജനറൽ എക്കണോമിക് പോളിസീസ്, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എപ്പോഴും കോമ്പൻസേഷൻ പ്ലാൻ ഫ്ലെക്സിബിൾ ആയിട്ട് മാത്രമേ ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും, പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യും, എക്കണോമിക് പോളിസീസിൽ ഡിഫറൻസ് ഉണ്ടാകും, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചേഞ്ചസ് ഉണ്ടാകും. അതിന്റെ ബേസിൽ ചേഞ്ചസ് വരുത്താവുന്ന രീതിയിലായിരിക്കണം കോമ്പൻസേഷൻ പ്ലാൻസ് ഫിക്സ് ചെയ്യേണ്ടത്. Then compensation plan should agree with the objectives and overall policies of the company. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും ഓവറോൾ പോളിസീസും ബേസ് ചെയ്ത് മാത്രമേ കോമ്പൻസേഷൻ പ്ലാൻസ് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. Next point, the policy should be prepared as a joint effort of the management and representatives from employees. കോമ്പൻസേഷൻ പോളിസി എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് മാനേജ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയീസിൽ നിന്നും അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ്സിനെയും കൂടി ഇൻവോൾവ് ആക്കിക്കൊണ്ടായിരിക്കണം ഇത് ഫിക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, വേജ് ആൻഡ് സാലറി പ്ലാൻ ഷുഡ് ബി സിമ്പിൾ ഇനഫ് ടു അഡ്മിനിസ്റ്റർ. അതുപോലെ തന്നെ ഈ പ്ലാൻസ് ഫിക്സ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലാൻസ് ഒന്നും ആയിരിക്കരുത്, സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻസ് വേണം ഫിക്സ് ചെയ്യാൻ. Then an adequate database should be maintained for future reference. ഈ വേജിന്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ കോമ്പൻസേഷന്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഒരു ഡാറ്റാബേസ് കീപ്പ് ചെയ്യേണ്ടതാണ്. Then the wage and salary structure should be reviewed and revised periodically in accordance with the changing needs. വേജും സാലറിയും സിറ്റുവേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പീരിയോഡിക്കലി സിറ്റുവേഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇത്രയും പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് കോമ്പൻസേഷൻ പ്ലാൻസ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ ലെവൽസ്. ഒരു എംപ്ലോയിയുടെ സാലറി അല്ലെങ്കിൽ വേജസ് ഫിക്സ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ചില ഫീൽഡുകളിൽ ധാരാളം എംപ്ലോയീസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ ചില ഫീൽഡിൽ വളരെ എംപ്ലോയീസ് കുറവായിരിക്കും. അപ്പൊ അത് രണ്ടും ഈ കോമ്പൻസേഷൻ ലെവൽ ഫിക്സ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ധാരാളം എംപ്ലോയീസ് ഉള്ള ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ലോ വേജസിനും എന്ത് ചെയ്യാൻ തയ്യാറാകും, ജോലി ചെയ്യാൻ തയ്യാറാകുന്നു. പക്ഷെ എംപ്ലോയീസ് വർക്കേഴ്സ് അല്ലെങ്കിൽ കുറവായിട്ടുള്ള ഒരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ വർക്ക് ചെയ്യാൻ ഒരിക്കലും കുറഞ്ഞ പേയ്മെന്റിന് തയ്യാറാവില്ല. ദേ വിൽ വർക്ക് ഓൺലി ഇഫ് ദേ ആർ പെയ്ഡ് വെൽ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ബാർഗെയിനിങ് കപ്പാസിറ്റി.
അപ്പം എംപ്ലോയീസ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഹൈ സാലറി ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റിയും ഈ കോമ്പൻസേഷൻ ലെവൽ ഫിക്സ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. നെക്സ്റ്റ് എബിലിറ്റി ടു പേ, അതായത് ഓർഗനൈസേഷന് ആ ഒരു എമൗണ്ട് പിന്നെ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് അഫോർഡബിൾ ആയിരിക്കണം, അവർക്ക് പേ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അവരുടെ കഴിവിനും എന്താണ് കോമ്പൻസേഷൻ ലെവൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ലീവിംഗ് അലവൻസ്, അപ്പൊ എംപ്ലോയിയുടെ പിന്നെ ഡിയർനെസ് അലവൻസ് ഒക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതും ആയിട്ട് ബേസിക് സാലറിയുമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കണം. അപ്പൊ ഹൈ ആയിട്ടുള്ള ഡിയർനെസ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ബേസിക് പേയിൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ അതും അഫക്ട് ചെയ്യുന്ന ഒരു പിന്നെ ഫാക്ടറാണ്. ദെൻ പ്രിവെയിലിംഗ് വേജ് റേറ്റ്സ്, അതായത് കറന്റ് സിറ്റുവേഷനിൽ മറ്റു ഫേംസുകളിൽ ഏതാണ് അവരുടെ വേജ് കോമ്പൻസേഷൻ പ്ലാൻസ് എന്നുള്ളത് കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്, വേജസ് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പം മറ്റുള്ള ഫേംസ്, സിമിലർ ആയിട്ടുള്ള ഫേംസ് എത്ര സാലറിയാണ് കൊടുക്കുന്നത്, അത് തീർച്ചയായിട്ടും ഒരു കോമ്പൻസേഷൻ ലെവൽ ഫിക്സ് ചെയ്യുന്ന ഫാക്ടറാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് റെഗുലേഷൻസ്. അപ്പം ഫ്രം ടൈം ടു ടൈം ദർ മേ ബി ലോട്ട് ഓഫ് റെഗുലേഷൻസ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ദിസ് ഫാക്ടർ ഓൾസോ ഇൻഫ്ലുവൻസ് ഇൻ ഫിക്സിംഗ് ദ വേജ് ആൻഡ് സാലറി ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റ് ആണ് നോക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് എംപ്ലോയീസിന്റെ വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും രണ്ട് മെത്തേഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം വേജ് സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ പീസ് വേജ് സിസ്റ്റം. Then what is time wage system? ടൈം വേജ് സിസ്റ്റം എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു എംപ്ലോയി ഓർഗനൈസേഷനിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു അതിന്റെ ബേസിലാണ് അവരുടെ പേയ്മെന്റ് വരുന്നത്. അല്ലാതെ അവർ എത്ര ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ബേസിലല്ല. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ടൈം വേജ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ടൈം വേജ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ടൈം ദ വർക്കർ ഹാസ് സ്പെൻഡ് ഇൻ ദി ഓർഗനൈസേഷൻ വിത്തൗട്ട് ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ഇൻ ടു അക്കൗണ്ട്. ഔട്ട്പുട്ട് ഒരിക്കലും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് പിന്നെ നമ്മൾ ഡേ വർക്ക് സിസ്റ്റം എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. അതായത് ഇതിനൊരു യൂണിറ്റ് ആയിട്ട് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് യൂണിറ്റ് ആയിട്ട് ഒരു ഡേ ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഡേ വർക്ക് വേജ് സിസ്റ്റം എന്ന് വിളിക്കാം. ഒരു ഡേയിൽ ഇത്ര എമൗണ്ട് എന്നുള്ള ബേസിൽ, അത് ഡേ തന്നെ ആവണമെന്നില്ല, വീക്ക് ആകാം, 15 days ആകാം, 1 hour ആകാം, 1 month ആകാം. അപ്പൊ എന്തായാലും എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നു അത് ബേസ് ചെയ്ത് ഉള്ള പേയ്മെന്റ് സിസ്റ്റം ആണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവർ എത്ര പീസാണ് എംപ്ലോയി പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിലായിരിക്കും അവരുടെ പേയ്മെന്റ്. അല്ലാതെ എത്ര ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വേജ് സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. In piece wage system, wages are calculated on the basis of production irrespective of the time spent in the organization. ഇതിനെ നമ്മൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട് പേയ്മെന്റ് ബൈ റിസൾട്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിനകത്ത് വേജ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഒരു പ്രോഡക്റ്റിന് ഒരു റേറ്റ് ഫിക്സ് ചെയ്യും. അപ്പം ഈ നമ്പർ ഓഫ് യൂണിറ്റ്സിനെ ഈ പീസ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ഇതിന്റെ വേജ് ഫിക്സ് ചെയ്യുന്നത്. ദ വേജ് പേയബിൾ ടു എ വർക്കർ ആസ് പെർ ദിസ് മെത്തേഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ബൈ പീസ് റേറ്റ്. അപ്പൊ ഇത് രണ്ടുമാണ്. ഈ രണ്ട് 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമുക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പെർഫോമൻസ് അപ്രൈസൽ. വാട്ട് ഈസ് പെർഫോമൻസ് അപ്രൈസൽ? ദാറ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ദി കാപ്പബിലിറ്റീസ് ഓഫ് ദി എംപ്ലോയീസ് ഇൻ ദെയർ ഓർഗനൈസേഷൻ ബൈ എ സുപ്പീരിയർ. അപ്പോൾ ഒരു സുപ്പീരിയർ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷനിലൂടെ എംപ്ലോയിയുടെ ജോബ് ബിഹേവിയർ എന്താണ്, എംപ്ലോയീസിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ വർക്ക് സ്പോട്ട്, നോർമലി ഇൻക്ലൂഡിംഗ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ജോബ് പെർഫോമൻസ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രമല്ല ക്വാളിറ്റേറ്റീവ്ലിയും അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിനെയും മിഷനെയും ബേസ് ചെയ്താണ് ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്ത് ട്രെയിനിങ് ആണ് പ്രൊവൈഡ്, അവരുടെ കുറവുകൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കാപ്പബിലിറ്റീസും പൊട്ടൻഷ്യാലിറ്റീസും മനസ്സിലാക്കുന്നതിനും ഈ പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ training and development, providing feedback to employees and for establishing a plan for improvement. ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് അവർക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു.
ഈ ഒരു പെർഫോമൻസ് ഇവാലുവേഷന്റെ ബേസിൽ അവരുടെ വേജ് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ പെർഫോമൻസ് അപ്രൈസലിന് വലിയൊരു പ്ലേസ് ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് വേ ഓഫ് ജഡ്ജിങ് ദ റിലേറ്റീവ് വർത്ത് ഓർ എബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി ഇൻ പെർഫോമിംഗ് ഹിസ് ടാസ്ക്. ഒരു എംപ്ലോയി അയാളുടെ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് എത്രമാത്രം കപ്പാസിറ്റിയാണ് അയാൾക്കുള്ളത്, അയാളുടെ വാല്യൂ എന്താണ് ഓർഗനൈസേഷനിൽ എന്ന് പിന്നെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ജഡ്ജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. നമുക്ക് എഡ്വിൻ BFന്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് മെറിറ്റ് റേറ്റിംഗ്. പെർഫോമൻസ് അപ്രൈസലിനെ നമ്മൾ മെറിറ്റ് റേറ്റിംഗ് എന്നും വിളിക്കാറുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ ഓർ മെറിറ്റ് റേറ്റിംഗ് ഈസ് എ systematic, periodic and so far so possible an impartial rating of an employee's excellence in matter pertaining to his present job and to his potentialities for a job. അതായത് ഒരു ഇമ്പാർഷ്യൽ റേറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് എന്താണ് പാർഷ്യാലിറ്റി ഒന്നുമില്ലാതെ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്ത് എന്താണ് അവരുടെ എക്സലൻസ്, അവരുടെ പ്രസന്റ് ജോബിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഇനി എത്രമാത്രം ഉയരാൻ സാധിക്കും എന്നൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി പീരിയോഡിക്കലി ഒരു വട്ടം മാത്രമല്ല ചെയ്യുന്നത്, ഒരു പീരിയോഡിക് പ്രോസസ് ആണ്. അത് ചിലപ്പോൾ വീക്കിലി ഉണ്ടാകാം അല്ലെങ്കിൽ ഡെയിലി ഉണ്ടാകാം. അവരുടെ എന്താണ് അവര് എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. It is a systematic process and tries to evaluate performance in the same manner using the same approach. ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല എല്ലാ എംപ്ലോയീസിനെയും ഇവാലുവേറ്റ് ചെയ്യാൻ സെയിം അപ്രോച്ച് തന്നെയാണ്, സെയിം മാനറിൽ തന്നെയാണ് എല്ലാ എംപ്ലോയീസിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി റെലവന്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ എംപ്ലോയീസ് ജോബ്. ഒരു എംപ്ലോയിയുടെ ജോബിൽ എന്തൊക്കെ സ്ട്രെങ്ത് ആണുള്ളത് ആ എംപ്ലോയിക്ക്, അതുപോലെ എന്തൊക്കെയാണ് ആ വീക്ക്നെസ് ഉള്ളത്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. It tries to find out how well the employee is performing the job and tries to establish a plan for further improvement. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി എത്ര നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അയാൾക്ക് ഇനി എന്ത് സ്കോപ്പാണുള്ളത്, എന്തൊക്കെ രീതിയിൽ അയാളെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it is carried out periodically according to a definite plan. അപ്പം ഇത് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത്. ഇതിന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ പീരിയോഡിക്കലി ഇത് ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നു. Then it may be formal or informal. അപ്പം പെർഫോമൻസ് അപ്രൈസൽ ഫോർമലിയും കണ്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ അനൌദ്യോഗികമായിട്ടും എന്ത് ചെയ്യാം, എംപ്ലോയീസിന്റെ ഇടയ്ക്ക് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പെർഫോമൻസ് അപ്രൈസലിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിനു വേണ്ടിയാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? എംപ്ലോയീസിന് അവരുടെ സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുക്കണോ, അവരുടെ എന്താണ് അവരുടെ വർത്ത് ഒരു ഓർഗനൈസേഷനിൽ, പ്രൊമോഷന്റെ ആവശ്യമുണ്ടോ, ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണോ, ഡിമോഷൻ വേണോ എന്നുള്ളതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അതൊരു ഒബ്ജക്റ്റീവ് ആണ്. ടു മേക്ക് സിസ്റ്റമാറ്റിക് ജഡ്ജ്മെന്റ്സ് ഫോർ ഇൻക്രീസ് ഓഫ് സാലറി, ചേഞ്ച് ഓഫ് ജോബ് ഓർ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിമോഷൻ ആൻഡ് ടെർമിനേഷൻ. Then to enable the employee to know how he is doing the job and suggest the needed changes to improve his performance. ഒരു എംപ്ലോയി എങ്ങനെയാണ് അയാളുടെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമോ, അത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എംപ്ലോയിയെ ഇനേബിൾ ചെയ്യുന്നതിന് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നു. Then to reveal the causes of good and poor employee performance. ഒരു എംപ്ലോയി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് അതിന്റെ റിസൾട്ട്, ഒരു എംപ്ലോയി പിന്നെ അയാളുടെ വർക്ക് മോശമാണെങ്കിൽ അതിന്റെ കോസസ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഈ കോസസ് എല്ലാം പെർഫോമൻസ് അപ്രൈസലിലൂടെ റിവീൽ ചെയ്യാൻ സാധിക്കുന്നു. Then to act as a basis for superiors in giving coaching and counseling to the employees. പെർഫോമൻസ് അപ്രൈസലിലൂടെ ഒരു എംപ്ലോയി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങും കൗൺസിലിങ്ങും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നൊരു സിസ്റ്റം ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, പെർഫോമൻസ് അപ്രൈസലിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഇസ് എ ബേസിസ് ഫോർ ജഡ്ജിങ് പെർഫോമൻസ്. അപ്പം പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിനെ ജഡ്ജ് ചെയ്യാനുള്ള ബേസിസ് ആണ്. Then to determine fair rates of pay. എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിന്റെ ബേസിൽ ന്യായമായിട്ടുള്ള റെമ്യൂണറേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പെർഫോമൻസ് അപ്രൈസർ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടു ഐഡന്റിഫൈ എംപ്ലോയീസ് ഹു ഹാവ് സ്പെഷ്യൽ എബിലിറ്റീസ്. എംപ്ലോയീസിന്റെ പൊട്ടൻഷ്യാലിറ്റീസ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും.
Then it is the basis for transfer, promotion and demotion. Performance appraisal എംപ്ലോയീസിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ഡിസിഷൻ എടുക്കുന്നതിന് അതുപോലെ പ്രൊമോഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ അതിന് ഡിമോഷൻ വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ബേസിസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. Then to distinguish between good and efficient workers. ഏതൊക്കെ എംപ്ലോയീസ് ആണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ എംപ്ലോയീസ് ആണ് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് വേർതിരിച്ചറിയുന്നതിന് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. Then to develop a sense of completion in performance with fellow workmen. മറ്റുള്ളവരുമായിട്ട് സ്വയം എംപ്ലോയീസ് കമ്പയർ ചെയ്ത് അവരുടെ വർക്ക് അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു സെൻസ് എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. Then to get an idea about the difficulties faced by workmen. ഇപ്പോൾ എംപ്ലോയീസ് അവരുടെ ജോബിനെ കുറിച്ച് അവരുടെ പെർഫോമൻസിനെ കുറിച്ചും ഇവാലുവേഷൻ നടത്തുമ്പോൾ എംപ്ലോയർക്കും അവരുടെ ജോബിൽ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകാൻ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. Then to identify training and development needs. എംപ്ലോയിയുടെ കുറവുകൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റൽ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് ടു ഫെസിലിറ്റേറ്റ് ഫ്യൂച്ചർ മാൻ പവർ പ്ലാനിങ്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ ഏതൊക്കെ എംപ്ലോയീസിനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് എംപ്ലോയർക്ക് ഒരു ഡെസിഷൻ എടുക്കുന്നതിനും ഈ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. Then to create a positive work environment. ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും ഈ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും. പെർഫോമൻസ് അപ്രൈസലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പല ലിമിറ്റേഷൻസും ഓർഗനൈസേഷൻ ഉണ്ടാകാം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഫസ്റ്റ് പോയിന്റ് ലിനിയൻസി എറർ. ലിനിയൻസി എറർ എന്ന് പറയുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സണുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു എററാണ്. അതായത് അയാൾ ചിലപ്പോൾ അയാളുടെ ഒരു പെർസെപ്ഷൻ ബേസ്ഡ് ഈ എംപ്ലോയർ വളരെ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടും അയാൾ ആക്ച്വലി ഉള്ളതിനേക്കാൾ വളരെ പോസിറ്റീവായിട്ട് അയാളെ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ അയാൾ കുറച്ച് നെഗറ്റീവാണ് പക്ഷെ അതിനേക്കാൾ വളരെ നെഗറ്റീവായിട്ടും ഇവാലുവേറ്റർ അയാളുടെ ഒരു പെർസെപ്ഷൻ ബേസിൽ ഈ എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു എററിനെയാണ് നമ്മൾ ലിനിയൻസി എറർ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ സ്വന്തം ഒരു ഇവാലുവേറ്ററിന്റെ സ്വന്തം വാല്യൂ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുകയും അത് ഒരു അപ്രൈസൽ ആയിട്ട് ഒരു ഇവാലുവേഷൻ മെഷർമെന്റ് ആയിട്ട് കണക്കാക്കുകയും അത് ടൂ ഹൈ ആയിട്ട് അവരെ കൺസിഡർ ചെയ്യാനും അല്ലെങ്കിൽ ടൂ ലോ ആയിട്ട് അവരെ കൺസിഡർ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് പോസിറ്റീവ് ലിനിയൻസി എററും ആകാം, നെഗറ്റീവ് ലിനിയൻസി എററും ആകാം. പോസിറ്റീവ് ലിനിയൻസി എറർ എന്ന് പറഞ്ഞാൽ വളരെ അവർ ആക്ച്വലി ഉള്ളതിനേക്കാൾ വളരെ നല്ലതാണ്, അവർക്കിനി ഒരു കുറവുമില്ല എന്നുള്ള രീതിയിൽ ഒരു എംപ്ലോയിയെ മെഷർ ചെയ്യുന്നതാണ് പോസിറ്റീവ് ലിനിയൻസി എറർ. നെഗറ്റീവ് ലിനിയൻസി എറർ എന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ഉള്ളതിനേക്കാൾ വളരെ നെഗറ്റീവായിട്ട് അവരെ എന്ത് ചെയ്യാം, വാലുവേറ്റ് ചെയ്യാം. അതാണ് നെഗറ്റീവ് ലിനിയൻസി എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹാലോ എറർ ആണ്. ഹാലോ എറർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് പല ട്രേറ്റ്സ് ഉണ്ടാകാം. അപ്പൊ ഒരു ട്രേറ്റ് വേറൊരു ട്രേറ്റുമായിട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോൾ അതിനെ ഈ ഒരു ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഒരു എംപ്ലോയിക്ക് ചിലപ്പോൾ ഫിസിക്കലായിട്ട് അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, പക്ഷെ അയാൾക്ക് മെന്റലി ചില ക്വാളിറ്റീസും ആ വർക്കിനും ആവശ്യമായിട്ടുണ്ടാകും. പക്ഷെ ആ മെന്റൽ ക്വാളിറ്റീസ് അയാൾക്ക് കുറവാണ്. പക്ഷെ ഫിസിക്കലി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഇൻഫ്ലുവൻസ് ആ ഒരു ട്രേറ്റ് മറ്റൊരു ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെന്റൽ കപ്പാബിലിറ്റീസ് എന്നുള്ള ആ ഒരു ട്രേറ്റിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഹാലോ എറർ എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ട് എല്ലാ ട്രേറ്റ്സിനെയും കൺസിഡർ ചെയ്യാതെ ചില ട്രേറ്റുകൾ മറ്റു ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൊണ്ടുണ്ടാകുന്ന ഒരു എററാണ് ഹാലോ എറർ എന്ന് പറയുന്നത്. ദെൻ സിമിലാരിറ്റി എറർ. സിമിലാരിറ്റി എറർ എന്ന് പറയുന്നത് ആ ഇവാലുവേറ്റർ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പേഴ്സൺ അയാൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അയാളുടെ സ്വന്തം പെർസെപ്ഷൻ ബേസിൽ ഒരു എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ് സിമിലാരിറ്റി എറർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെയും മെന്റൽ കാപ്പബിലിറ്റീസും ട്രേറ്റ്സും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതിൽ എറർ ഉണ്ടാകാം. സ്വന്തമായിട്ട് അയാൾ എന്താണോ എന്നുള്ള രീതിയിൽ സെയിം വേയിൽ തന്നെ ഒരു എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ് സിമിലാരിറ്റി എറർ എന്ന് പറയുന്നത്. ദെൻ കോൺസിക്വൻസ് ഓഫ് എ ലോ റേറ്റ് അപ്രൈസൽ. അപ്പം ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ നെക്സ്റ്റ് ഒരു ലിമിറ്റേഷൻ ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ലിനിയൻസി എറർ ഒക്കെ ഉണ്ടാകുന്നു. അപ്പം ചില എംപ്ലോയിനെ വളരെ നെഗറ്റീവായിട്ട് ആക്ച്വലി ഉള്ളതിനേക്കാൾ വളരെ നെഗറ്റീവായിട്ട് അയാളെ മെഷർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അയാളുടെ ബോണസ് കുറയാം, സാലറി ഹൈക്ക് ഉണ്ടാകാതിരിക്കാം, ഇൻസെന്റീവ്സിനെ അത് അഫക്ട് ചെയ്യാം, പ്രൊമോഷനെ അഫക്ട് ചെയ്യാം. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു ലോ റേറ്റ് അപ്രൈസൽ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്.
നെക്സ്റ്റ് ജനറൽ ടെൻഡൻസി ടു ഗിവ് ആൻ ആവറേജ് റേറ്റിംഗ്. അതായത് ഇപ്പം വളരെ ലോ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ കൂടിയും വളരെ അധികം അങ്ങ് താഴ്ത്തിയിടാതെ റാങ്ക് കൊടുക്കാതെ ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവാലുവേറ്റർ പ്ലേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ അല്ല. അപ്പൊ അങ്ങനെയും ഒരു ടെൻഡൻസി ഈ ഇവാലുവേഷനിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ നെഗറ്റീവ് പോയിന്റ് ആണ്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്. ഈ പെർഫോമൻസ് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് പിന്നെ ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും എംപ്ലോയിയുടെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അതൊന്നും മെഷർ ചെയ്യാൻ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ടെക്നിക്സുകളൊന്നും ഈ പെർഫോമൻസ് അപ്രൈസലിൽ ഇല്ല. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഇന്നാഡിക്വേറ്റ് ട്രെയിനിങ് ആൻഡ് ബയാസസ് ഓൺ ദി പാർട്ട് ഓഫ് ദി ഇവാലുവേഷൻ. ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തിക്കും ചില ട്രേഡ്സുകൾ ഉണ്ടായിരിക്കണം. അയാളുടെ ബയസ് ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് എല്ലാ ട്രേഡ്സുകളും കൺസിഡർ ചെയ്ത് ഒരു എംപ്ലോയി ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതിന് ഒരു ഇവാലുവേറ്റർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് വേണം. അപ്പൊ ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഒരു ഇവാലുവേഷൻ ആകില്ല. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. ദെൻ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു ദ അപ്രൈസൽ ഫോംസ്. അപ്രൈസൽ ഫോംസ് ഒരു സ്റ്റാൻഡേർഡ് അപ്രൈസലിന് ഫിക്സ് ചെയ്യുമ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഈ അപ്രൈസൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ടാകാം. നെക്സ്റ്റ് പോയിന്റ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ അപ്രൈസൽ ആൻഡ് ഫീഡ്ബാക്ക്. ഈ എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് അപ്പോൾ തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് അപ്പോൾ തന്നെ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഇംപ്രൂവ് ചെയ്യാനോ ഉള്ള സ്റ്റെപ്സുകൾ എടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് തമ്മിൽ ഈ അപ്രൈസലും ഫീഡ്ബാക്കും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ട് ഈ ഇവാലുവേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് കൊണ്ട് തന്നെ ഒരു റിസൾട്ടും ഇല്ലാതെ വരും. അപ്പൊ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. അപ്പൊ അത് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ ഡിസാറ്റിസ്ഫൈഡ് എംപ്ലോയീസ് ആൻഡ് ഇവാലുവേറ്റേഴ്സ്. എംപ്ലോയിയെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പൊട്ടൻഷ്യാലിറ്റീസിന്റെ ബേസിൽ അവരെ പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഡീമോട്ടിവേറ്റ് ആവുകയും അവർ പിന്നീട് വർക്ക് ചെയ്യാൻ മടിക്കുകയും ചെയ്യും. അപ്പൊ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവാലുവേഷൻ നടത്തുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അവരുടെ റിസൾട്ട് താഴോട്ട് പോകാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് അതിന്റെ ലിമിറ്റേഷൻസ്. അപ്പൊ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓക്കെ, താങ്ക് യു.